നിങ്ങൾ വിവാഹിതനും തരക്കേടില്ലാത്ത ശമ്പളവും ഒക്കെ കിട്ടുന്ന ഒരാളാണോ? എങ്കിൽ ഓരോ മാസവും നിങ്ങളുടെ കയ്യിൽ എത്തേണ്ട വലിയൊരു തുക നിങ്ങൾ അറിയാതെ തന്നെ സർക്കാരിലേക്ക് ടാക്സ് ആയി പോകുന്നുണ്ടാകാം. 2026 ഏപ്രിൽ 1 മുതൽ വന്ന പുതിയ ടാക്സ് റൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വർഷം 1 ലക്ഷം രൂപ വരെ അധികമായി ലാഭിക്കാനായിട്ട് പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനികൾ പഴയ സാലറി സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ പണം സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ക്യാഷ് കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ അത് ടാക്സ് ആയി അത് കട്ടായി പോകുന്നത്. പുതിയ മാറ്റങ്ങൾ അറിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കൃത്യമായി തടയാനാവും. സിമ്പിളായി ഒരു ഉദാഹരണം പറയാം. 2 കുട്ടികളുള്ള ഒരു കുടുംബം. ഇന്ന് സ്കൂൾ ഫീസ് എത്ര ഹെവിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നേരത്തെ വെറും 100 രൂപയായിരുന്നത് ഇപ്പോൾ പ്രതിമാസം 3000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2 കുട്ടികൾക്ക് വർഷം 72,000 രൂപ ഡിഡക്ഷൻ. ഇതുപോലെ മറ്റൊന്നാണ് ഹോസ്റ്റൽ അലവൻസ്. നിങ്ങളുടെ കുട്ടി ഹോസ്റ്റലിലാണെങ്കിൽ പഴയ റൂൾ പ്രകാരം 300 രൂപയുടെ സ്ഥാനത്ത് ഇപ്പോൾ 9,000 രൂപ വരെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ 30% ടാക്സ് ലാബിൽ വരുന്ന ആളാണെങ്കിൽ ഈ ഒരൊറ്റ മാറ്റത്തിലൂടെ മാത്രം നിങ്ങൾക്ക് 90,000 വരെ ടാക്സ് ലാഭിക്കാനായിട്ട് സാധിക്കും. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നു കൂടിയുണ്ട്. സാലറി സ്ട്രക്ചറിൽ മീൽ കൂപ്പൺസ് ഉണ്ടെങ്കിൽ അതിന്റെ ലിമിറ്റ് 50 രൂപയിൽ നിന്നും 200 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതുവഴി ഒരു വർഷം ഏകദേശം 31,680 രൂപ വരെ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇനി ഞാൻ ഒരു സ്മാർട്ട് മൂവ് പറയാം. എമർജൻസി ആവശ്യങ്ങൾക്കോ ബാങ്ക് ലോൺ റീപേയ്മെന്റ് അടയ്ക്കാനോ ഒക്കെ ആയിട്ട് എംപ്ലോയറുടെ കയ്യിൽ നിന്നും ലോൺ എടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ എക്സംഷൻ ലിമിറ്റ് 20,000 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. സോ പലിശയും ടാക്സും ഇല്ലാതെ പണം ഉപയോഗിക്കാനുള്ള ഒരു മികച്ച വഴിയാണിത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതോ പഴയ സാലറി സ്ട്രക്ചർ കാരണം ടാക്സ് ആയി പോവുകയാണോ? ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ സാലറി സ്ട്രക്ചറിൽ ഈ മാറ്റങ്ങൾ വരുത്താൻ ഉടൻ തന്നെ നിങ്ങളുടെ HR ഇന്ന് തന്നെ സംസാരിക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ മണി സേവിങ്സ് ടിപ്സിനായി ഈ പേജ് ഫോളോ ചെയ്യൂ. താങ്ക്